ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വെറും ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലുള്ള ഇടിയപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഇടിയപ്പം ഒന്നും ഗോതമ്പ് പൊടി വെച്ചിട്ട് ആരും തന്നെ അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല. കാരണം അത് പിഴിഞ്ഞെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ടാണ് പലരും ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് വെറും ഗോതമ്പ് പൗഡർ വെച്ചിട്ടാണ് ഈ ഒരു ഇടിയപ്പം ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് 1 കപ്പ് അളവിനാണ് ഗോതമ്പ് പൗഡർ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഇടിയപ്പം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഗോതമ്പ് പൗഡർ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു സ്റ്റീമർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടി താഴെ വീണ് പോവാതിരിക്കാൻ ഒരു ചെറിയ തുണി കൂടെ വിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് അളവിന് ഗോതമ്പ് പൗഡർ ഈ ഒരു സ്റ്റീമറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾക്കിത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമ്മളിത് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഗോതമ്പ് വെച്ചിട്ടുള്ള ഇടിയപ്പം ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് ഇടിയപ്പം പിഴിഞ്ഞെടുക്കാനായിട്ട് വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഗോതമ്പ് പൗഡർ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു വാസനയാണ്. മാത്രമല്ല ഈ ഒരു പൗഡറിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ മാറിയിട്ടുണ്ട്. സാധാരണ ഗോതമ്പ് പൗഡർ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഇങ്ങനെ തൊടുമ്പോഴൊക്കെ തന്നെ. ഇതാണെങ്കിൽ നമ്മൾ വേവിച്ചെടുത്തതിന് ശേഷം നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും അരിമാവ് എടുത്ത് കയ്യിൽ പിടിക്കുന്ന ആ ഒരു പരുവമാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഗോതമ്പ് മാവിനുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾക്ക് ഇത് ഇഡ്ഡലി പാത്രത്തിൽ നിന്നും മാറ്റാം. ഇനി ഇത് നമ്മൾക്കൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളത് അടിയിലൊരു തുണിയെല്ലാം വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ഈ ഒരു പൗഡർ നമുക്ക് ഒന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, ശരിക്കും നല്ല അരിപ്പൊടി നമ്മൾ കയ്യിൽ വെച്ചിട്ട് നമ്മൾ തൊടുന്ന ആ ഒരു ഫീലാണ് ശരിക്കും ഈ ഒരു പൗഡറിന് ഗോതമ്പ് പൊടിക്ക് ഉള്ളത് കേട്ടോ. ശരിക്കും ഗോതമ്പ് പൊടിയാണെന്നേ തോന്നില്ല നമ്മൾക്ക്. അത്രയ്ക്കും പരുവം അതിൻ്റെ ആ ഒരു ടെക്സ്ചർ ശരിക്കും മാറിയിട്ടുണ്ട് വേവിച്ചെടുത്തപ്പോഴത്തേക്കും. പിന്നെ നല്ല മണമാണ് കേട്ടോ ഈ ഒരു വീറ്റ് ഫ്ലോറിനുള്ളത്. അപ്പോൾ ഇത് കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉടച്ചെടുക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മാവെല്ലാം കൈവച്ച് തന്നെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കപ്പ് വെള്ളം, നല്ല തിളച്ച ചൂട് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ കുറേശ്ശെയായിട്ട് നമ്മൾ ഈ ഒരു മാവിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്പൂൺ വെച്ച് ഞാൻ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അതിന് ശേഷം പതുക്കെ നമ്മൾ കൈ വെച്ചിട്ട് ഇതൊന്ന് കുഴച്ച് നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് കുഴയ്ക്കുമ്പോഴും നമ്മൾ ഗോതമ്പ് പൊടി ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനും ഇത് വേവിച്ച ഗോതമ്പ് പൊടി കുഴയ്ക്കുന്നതിനും ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും കുഴയ്ക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ അരിപ്പൊടി ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന അതേ ഫീലാണ് നമുക്ക് കുഴയ്ക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് കേട്ടോ. ശരിക്കും ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോഴും ഇത് കുഴയ്ക്കുന്നതിനും ഭയങ്കര വ്യത്യാസമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. വേവിച്ചതും വേവിക്കാത്തതായിട്ടുള്ള ആ ഒരു ഡിഫറൻസ് ഭയങ്കരമാണ്. ഇത് ശരിക്കും അരിപ്പൊടി പോലെ തന്നെ ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ അതെ മാവ് ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് കുഴയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ അത്ര പ്രസ് ചെയ്ത് കുഴയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും അരിപ്പൊടി എത്ര സോഫ്റ്റാണോ ആ ഒരു സോഫ്റ്റ് ഇതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാൻ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുകയാണ്.
ഇതിങ്ങനെ അടിച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പക്ഷെ നമ്മൾ ഇനി ഇടിയപ്പം ഉണ്ടാക്കാനുള്ള ഈ ഒരു പാത്രങ്ങളൊക്കെ എടുക്കേണ്ട ആ ഒരു സമയത്തിന് വേണ്ടി മാത്രം ഞാൻ അടിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ മാവ് തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡ്രൈ ആവണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇതേ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന പാത്രമൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ചില്ലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് കുറേശ്ശെയായിട്ട് ഇതിൻ്റെ അകത്തേക്ക് കൊള്ളുന്നത് വരെ നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വെള്ളമാണെങ്കിലും ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് എനിക്ക് വേണ്ടി വന്നിട്ടുള്ളത് 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ. അപ്പോൾ ചില മാവിന് കൂടുതലും കുറവും അങ്ങനെ വെള്ളത്തിൻ്റെ അളവ് ചെറിയ രീതിയിൽ വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ ഞാനിത് ഇന്ന് ഉണ്ടാക്കുന്നത് ഇഡ്ഡലി തട്ടിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇടിയപ്പത്തിൻ്റെ ആ ഒരു ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു പ്ലേറ്റിലും കൂടെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഇടിയപ്പത്തിൻ്റെ തട്ടൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയും കൂടിയിട്ടാണ് ഞാൻ ഇതിലും കൂടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മളാണെങ്കിൽ വളരെ കുറച്ച് ഒരു കപ്പ് അളവ് തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയുള്ളൂ. ഞാനിവിടെ ഒരു തട്ടിൽ മാത്രം ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇടിയപ്പത്തിൻ്റെ തട്ടിലും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇടിയപ്പത്തിൻ്റെ തട്ടിൽ നമുക്ക് 5 തട്ടിൽ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് 5 എണ്ണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇടിയപ്പത്തിൻ്റെ തട്ട് പിന്നെ അതുപോലെ സ്റ്റീമറിൽ ഇതുപോലെ ചെറിയ സ്റ്റീമറിൻ്റെ തട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു തട്ട് ഇടിയപ്പം ഉണ്ടാക്കുന്ന പാത്രം വേണമെന്നൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഏതിൽ ഉണ്ടാക്കുകയാണെങ്കിലും നമ്മളൊരല്പം ഓയിലോ നെയ്യോ ഒക്കെ ഒന്ന് തടവി കൊടുക്കുകയാണെങ്കിൽ നല്ല നല്ല നെയ്യൊക്കെ പരട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും, നല്ല സോഫ്റ്റായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമ്മൾക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഈ തട്ടിലൊക്കെ ഇഡ്ഡലി പാത്രത്തിലാണെങ്കിലും ഇതുപോലെ ഈ ഒരു ഇടിയപ്പത്തിൻ്റെ തട്ടിലാണെങ്കിലും ഞാനൊരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മളുടെ ഇടിയപ്പമൊക്കെ നമ്മളിവിടെ ഇങ്ങനെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട്. അത് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇത്ര എളുപ്പത്തിൽ നമുക്കിത് പിഴിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. വെറും 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞു പോലുള്ള ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ പരസ്പരം ഒട്ടാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ്. കണ്ടില്ലേ, നൂല് പോലെ എല്ലാം വേറിട്ട് വരുന്നുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ്. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. ഒട്ടും തന്നെ വേറൊന്നും നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടില്ല. അരിപ്പൊടിയോ വേറൊന്നും തന്നെ മിക്സ് ചെയ്തിട്ടില്ല. വെറും വീറ്റ് ഫ്ലോർ മാത്രമാണ് നമ്മൾ ഈ ഒരു ഇടിയപ്പത്തിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇഷ്ടമുള്ള കറിൻ്റെ കൂടെ അല്ലെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ കൂടെ പിന്നെ ചട്നീൻ്റെ കൂടെ ഒക്കെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു ബെലൈക്കൺ കൂടെ ഓൾ സെലക്ട് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ നമ്മൾ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനിയും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റമായിട്ട് ഞാൻ വരുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.